മക്കളെ വൈബ് എന്ന് പറഞ്ഞാൽ ഇതാണ് വൈബ്. വന്ന് നോക്കണം, നേരിട്ട് കണ്ട് മനസ്സിലാക്കണം. അത് നോക്കിക്കോളി കേട്ടോ. ഇതാണ് മല, ചുറ്റും മല, അതിന്റെ മുകളിൽ തണുപ്പ് എന്ന് പറഞ്ഞാൽ ഉഗ്രം തണുപ്പ്. നമുക്കാണെങ്കിൽ ചെറിയൊരു മഴയും കിട്ടി, അതിൽ നമ്മൾ വെക്കുകയാണ്. പക്ഷെ എത്ര പ്രതീക്ഷയില്ല കേട്ടോ കാര്യങ്ങള്. സംഭവം എന്താണ്, പൊളിച്ചടക്കാണ്. ഹലോ, വെൽക്കം ടു ബിനൂസ് വ്ലോഗ്സ്. ദേ നമ്മളെ ജിസാന്റെ എല്ലാമായ ബഷീർ കേട്ടത്. അപ്പൊ ബഷീർക്ക, ഇവിടെ എന്തൊക്കെയാ നമ്മളെ ഐറ്റംസ് കാഴ്ച വെക്കുന്നത്? ഇവിടെ നമുക്ക് കുട്ടികൾക്കുള്ള പാർക്ക് ഉണ്ട്, അഡ്വഞ്ചർ ഗെയിം ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, താമസിക്കാനുള്ള റിസോർട്ട് പോലത്തെ ഹട്ടുകൾ ഉണ്ട്. അതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത പോലെ ടെന്റുകൾ ഉണ്ട്. നിങ്ങൾക്ക് പിന്നെ ഗ്രില്ല്, അതേമാതിരി ഫയർ ക്യാമ്പ്, ആ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ നമ്മൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതൊരു അഗ്രികൾച്ചർ പാർക്കാണ്. 60ഓളം വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റുകൾ നമ്മൾ ഇതിൽ വെച്ചുകൊടുത്തിട്ടുണ്ട്. അതിന്റെ തൈകൾ, അതിന്റെ ഗ്രാഫ്റ്റിങ്ങും ബെഡിങ്ങും നടത്തി ഗുണമേന്മയുള്ള തൈകൾ നമ്മൾ ആൾക്കാർക്ക് കൊടുക്കണുണ്ട്. അപ്പൊ ഗുണമേന്മ അത് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ സംരംഭം ഒരുപാട് പ്രവാസികളതാണ്. അത് നമ്മൾ പിന്നെ സൗദി അറേബ്യ ജിസാൻ എന്ന സ്ഥലത്തായിരുന്നു ജോലി ചെയ്യുന്നത്. അവിടെ നമ്മളൊരു തോട്ടം ഉണ്ടാക്കിയിരുന്നു. അവിടെ വന്ന ആൾക്കാരുടെ ആശയത്തിൽ നിന്നും നമ്മളൊരു ഐഡിയയും വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് ഈ ഒരു ജിസാൻ അഗ്രികൾച്ചർ പാർക്ക് എന്ന് പറഞ്ഞ ഈ ഒരു സംരംഭം. നിങ്ങളെപ്പോലുള്ള ആളുകളുടെ പിന്നെ അകമഴിഞ്ഞ പിന്തുണയും പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങൾക്ക് നടത്തി കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് ആളുകളുടെ വളരെ കുറഞ്ഞ നിരക്കിന് ജോലി ചെയ്യുന്ന ശമ്പളം പറ്റുന്ന ആളുകളുടെ ഒക്കെ നമുക്ക് ഇന്ന് വരുമാനം കിട്ടിയില്ലെങ്കിലും ബഷീർക്ക നമുക്ക് പെണ്ണുങ്ങളെയും കുട്ടികളായിട്ട് ഇവിടെ വന്ന് നിൽക്കാനുള്ള സംരംഭങ്ങൾ ഉണ്ടാക്കണം എന്നാണ്. അപ്പം അങ്ങനെ തുടങ്ങിയ ഒരു ആശയമാണ് ജിസാൻ അഗ്രികൾച്ചർ പാർക്ക്. പിന്നെ ഇത് അഗ്രികൾച്ചറൽ പാർക്ക് വെച്ചിട്ട് ഒരു ടെൻഷൻ അടിക്കേണ്ട. വൈബ് എന്ന് പറഞ്ഞാൽ പൊളി വൈബ്. നല്ല മഴയുള്ള കണ്ടീഷനിലുണ്ടല്ലോ, ഈ ഹൈറ്റ് ഇങ്ങനെ കയറി വന്ന് ഇവിടുത്തെ കൂൾ കണ്ടീഷനിൽ മൈൻഡ് റിലാക്സ് ആക്കണമെങ്കിൽ നേരെ ഇങ്ങോട്ട് കയറിക്കോ. കാരണം മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലക്കാർക്കൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടിൽ നമുക്ക് ഇവിടെ നിന്ന് താമസിക്കാം. അൽപ്പൊളി എന്ന് പറഞ്ഞാൽ അൽപ്പൊളി ഈ മഴക്കാലത്ത് മിസ് ചെയ്യാണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മളെ ജിസാൻ. അപ്പോൾ ജിസാനിലേക്ക് നിങ്ങൾ എല്ലാവരും വരെ എക്സ്പ്ലോർ ചെയ്യപ്പൊളി. നമ്മളെ കൂടുതൽ കാഴ്ചകളൊക്കെ ഇനി വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ, അൽപ്പൊളി കാഴ്ചകൾ. അല്ല ബഷീർക്ക? തീർച്ചയായിട്ടും. ഹലോ, വെൽക്കം ടു ബിനൂസ് വ്ലോഗ്സ്. ദേ നമ്മുടെ മലപ്പുറത്ത് പെരിന്തൽമണ്ണയ്ക്കടുത്ത് നൈസ് ഒരു അഗ്രികൾച്ചറൽ പാർക്ക് ഉണ്ട് കേട്ടോ, ജിസാൻ അഗ്രികൾച്ചറൽ പാർക്ക്. പച്ചപ്പും ഹരിതാപ്പൊക്കെയുള്ള വഴിയിലൂടെ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ടിലെത്തും. പെരിന്തൽമണ്ണ ഒരു 20 മിനിറ്റ് യാത്ര ആയിട്ടുള്ള ഗൈസ്. അപ്പോൾ നമ്മൾ ജിസാൻ അഗ്രികൾച്ചറൽ പാർക്കിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് എൻട്രി ആയിട്ടോ. നമ്മളെ വണ്ടി ഈ കാറ്റൊക്കെ കയറി ഇങ്ങനെ വരിക. കയറുമ്പോൾ തന്നെ ഫുള്ള് പ്രകൃതി മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാട്ടോ. ഇതേ ഇവിടുന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല അടിച്ചാമ്പൊളി പ്ലേസ്. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്, നല്ല കിടുക്കാച്ചൊരു കോമ്പിനേഷനാണ്. ശരിക്കും മഴ വേണം കേട്ടോ ഇവിടെ. മഴയും നല്ല കോടമഞ്ഞൊക്കെ ഉണ്ടാകുമ്പം അൽപ്പൊളി എന്ന് പറഞ്ഞാൽ അൽപ്പൊളി. അപ്പോൾ നമ്മളിവിടെ ഇതാക്കണേ സിബ് ബൈക്ക് പിന്നെ ഒന്ന് എൻജോയ് ചെയ്യേണ്ടി വന്നതാണ്. ഇതിലിപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്നലെ ഇവിടെ താമസം തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ നോർമൽ ഇതിന് 200 രൂപയാണ്, പക്ഷെ നമുക്ക് 100 രൂപ വരും. അപ്പോൾ ഇവിടെ താമസിക്കുകയാണെങ്കിൽ പകുതി പൈസയ്ക്ക് സംഭവം എൻജോയ് ചെയ്യാം. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. അങ്ങനെ എൻ്റെ ട്രൗസർ ഇത് ആരംഭിക്കുന്നു. ആ ഗതകാല സ്മരണകളിലേക്ക് നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നു. അമ്മേ നല്ല ദമ്മിന് മുറുക്കിട്ട് आपको ये घुमाने की जरूरत नहीं, ओनली ये पकड़ना है। ये पकड़ने की ये घुमाने की जरूरत नहीं है। ये बैक साइड नहीं घुमाएगा। ഓക്കെ, ഓ घुमाएगा. മുന്നിലുള്ള ആള് ചവിട്ടണ്ട, ബാക്കിലുള്ള ചവിട്ടിയാൽ മതി. ഇത് ചവിട്ടൂലേ? ആ അങ്ങനെ ഹിന്ദി പറഞ്ഞ നമുക്ക് മനസ്സിലായില്ല, എനിക്കും മനസ്സിലായില്ല. സേ പിന്നെ ഇവിടുത്തെ കിട്ടിയാണ്. ഓക്കെ. Okay. Hey man, അങ്ങനെ സിപ്പ് ലൈൻ ബൈസിക്കിൾ നല്ല അടിപൊളി വൈബാട്ടോ. പോളി മാർക്ക്
ചെറിയൊരു പേടിണ്ടാവുന്നുണ്ടെങ്കിലും ആ ഒരു പേടി ഒരു ഹരാട്ടോ. നൈസാണെന്ന് പറഞ്ഞാൽ നൈസാണ്, പൊളി. അപ്പൊ നമ്മൾ ഹരീഷ് ബ്രോ കുറച്ച് പേടിണ്ട്. അപ്പൊ പേടിയുണ്ട്, ഞാൻ ഒന്നും കൂടി കൂടെ പോകണ്ട കേട്ടോ. പോയി വരാം. അവിടുന്ന് കേട്ടില്ലല്ലോ, അവിടുന്ന് കേട്ട ആശയമില്ലല്ലോ. മോനെ പേടിച്ച് അങ്ങേറ്റെത്തിണ്ട്. ഇനിയൊന്നും പറയാനില്ല. ഓമനേട്ടോ അവിടുന്ന് ഇറങ്ങിട്ട് ഞാൻ കൂടെ ഇറങ്ങി പോയിക്കോളാം, ഇങ്ങോട്ട് ഞാൻ ഇല്ലാന്നൊക്കെ. ഇടത്തൂടെ കടിക്കിട്ടാ. ഇത് സംഭവം ഒരു രക്ഷയില്ല. സൂപ്പർ സൂപ്പർ സൂപ്പർ. അച്ഛന്മാർ വേറെ പോലീസ് സാധനമാണ് ഇതാക്കണേ. ഞാൻ പറയണില്ല, നിങ്ങൾ കൺട്രോൾ എന്താ നടക്കണത് കണ്ടില്ലേ? എവിടെ ഇപ്പം കിട്ടുക? അത് ലൈവായിട്ട് സാധനങ്ങളാണ്. നമ്മളെ പക്ഷികൾ ഭക്ഷണം കഴിച്ച് പോവാണ്. ആണോ ലൈവ് സംഭവങ്ങൾ. ഇത് വേറെ എവിടെ ഇത് കിട്ടുക? എവിടെ കിട്ടില്ല. എൻ്റെ ഇത് വരില്ല, കാരണം നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ. സ്നേഹം വേണടാ, സ്നേഹം. ആ സ്നേഹമുള്ളടത്തേക്കാണ് സാധനം വരുള്ളൂ. കണ്ടില്ലേ എന്താണ് പോലീസ് സാധനം? അത് ഞാൻ പറഞ്ഞാട്ടോ. ഇവിടെ ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതാക്കുന്നത് സിപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സിപ്പ് ബൈക്ക് കഴിഞ്ഞു, സൈക്കിൾ കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞു. ഇനി ഏറ്റവും പിന്നെ എന്താ പറയുക, ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടൊരു സാധനമാണ് സിപ്പ് ലൈന്. നമുക്ക് പോയി നോക്കാം എന്താ സംഭവിക്കും. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത് നമുക്ക് കയറുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ പടച്ചോനെ കാത്തോളി. ആദ്യത്തെ യാത്രികൻ ചന്ദ്രനിലേക്ക് പോണവരെ ധൈര്യത്തിന്റെയും ധീരതയുടെ പര്യായമാണ് ഈ സനീഷ് എന്ന് പറഞ്ഞ യുവാവ്. ആണോ ഇവന്റെ മുഖം കണ്ടാൽ അറിയാം ഇവന് ഒരു ജാതി പേടിയില്ല. സനീഷേ സനീഷ് താത്ത കോൺഫിഡൻസ് ഒക്കെ കൊടുക്കണ്ടേ സനീഷ്? എന്താണ് സംഭവം? സിമ്പിൾ പരിപാടിയാണ്. അവിടെ ഇരുന്നോ ആ പോണേ. അപ്പോ സിപ്പ് ലൈനിലേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങുകയാണ്. ബ്രോന്റെ പേരെന്തെനി മറന്നുപോയി. ആബിദ് ബ്രോ. അടിപൊളിയായിട്ട് നമ്മൾ പോവാട്ടോ. പേടിക്കണ്ട. ഒരു രക്ഷയില്ല. മെയിനായിട്ട് നമ്മളൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് വലിയ വലുത് പ്ലാൻ ചെയ്യും. നമ്മള് മണാലി അങ്ങനെ കാശ്മീർ, തായ്ലൻഡ്, പട്ടായൊക്കെ പ്ലാൻ ചെയ്യും. അത് നടക്കൂല. പക്ഷെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾ, തൊട്ടടുത്ത സ്ഥലങ്ങൾ, അവിടെയൊക്കെ ചെറിയ പൈസക്ക് മൈൻഡ് ഒന്ന് റിഫ്രഷ് ആകാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലമാണത്. നമുക്ക് ഇന്നിപ്പോൾ തീരുമാനിക്കുകയാണ്, ഓക്കെ വൈകുന്നേരം കൊണ്ട് പോവാം. ഒരു 2-3 മണിക്കൂർ ഇപ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണെങ്കിൽ അത്ര യാത്ര ഉണ്ടാവുള്ളൂ. വളരെയധികം മൈൻഡൊക്കെ റിഫ്രഷ് ആവും. സത്യം പറഞ്ഞാൽ നമ്മളെ കൂളാവും. അതെ, കൂൾ മൈൻഡാവും. വേറെ ഒന്നും ചിന്ത ഉണ്ടാവില്ല. ചെറിയ പൈസക്ക് വലിയ ബെനിഫിറ്റ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്നും പണി അറിഞ്ഞിട്ട് വേണ്ടില്ല. ഇപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട് വരെ കണ്ടില്ല അതിന്റെ മരം ഇപ്പോഴാച്ച് കാണണേ ഇല്ലേ? എന്താ വെച്ചാൽ ഇതാണ് സ്ഥിതി. ടോപ്പ് കോമഡി ചങ്ങാണ്ടില്ലേ ഇപ്പൊ ഇതൊന്നും കണ്ടില്ല. ഇതെന്താ വെക്കിയത്? പന്തളിക്കുന്നതല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഗ്രാമത്തിൽ വരുന്നോടേ നമുക്ക് ഇതിനെ ടൗണിലെ കാര്യത്തിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. സംഭവം എന്താന്ന് പറഞ്ഞു കൊടുക്കുക. ഇപ്പത്തെ കുട്ടികൾക്ക് പണ്ട് നമുക്കൊക്കെ ഇഷ്ടമാതിരി പാടണ്ടേനി, പാർത്ത് വെള്ളത്തിൽ കളിക്കുക നമ്മൾ മഴക്കാലത്ത്. ഇപ്പൊ ആ സംഭവം ഇവിടെ ഒരു റീക്രിയേറ്റ് ചെയ്ത ലൈറ്റ് വെർഷൻ. അതെ, നമുക്ക് വേണമെങ്കിൽ ഈ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ചളി കളിക്കാനേ തന്നെ പാർത്ത്. പക്ഷെ ചളി ഉണ്ടാവില്ലെന്നുള്ളൂ. ചളി ഉണ്ടാവില്ല, സോപ്പ് പദം ഉണ്ടാവും. അപ്പൊ ന്യൂജനല്ലേ? എടാ നിർത്തടാ. ഓക്കെ സെറ്റ് നല്ല മിന്നുണ്ട്. സംഭവം മിലിറ്ററി ട്രെയിനിങ് ഒന്ന് പറയണ്ടേ. ഞാൻ പോയി നോക്കട്ടെ. മിലിറ്ററി ആണെങ്കിൽ വേറെ എന്തെങ്കിലും ആണെന്നല്ലേ. പോയി നോക്കട്ടെ. അപ്പോൾ പോയി വരാം.
എങ്ങനെടാ നൈസാണോ? പൊളി സാധനാണ്. സാഹസികമായ കായികാഭ്യാസത്തിലൂടെ ജിതിൻ ഇത് മറ്റേ മുന്നേറിയിരിക്കുന്നു. ഒരു മറ്റേ പരിപാടി ഇല്ലേ ചാനലിലൊരു ഷോ, അതിലാണ് നമ്മൾ ഇത് കണ്ടത്. പക്ഷെ എനിക്ക് ക്ലിയർ ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതോ ആ കുഴപ്പമൊന്നുമില്ല, ആ പക്ഷെ എന്നാലും ചെറിയൊരു വലിയ പ്രശ്നമില്ല. ഈ സാഹസികതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ആ വലിയൊരു ഇഷ്യൂ ഉണ്ടാവില്ല. കുറച്ചുകൂടി ഭീകരമായ അടുത്ത സ്റ്റേജിലേക്ക് 6 ആഗ് ലൈൻ എന്തും സംഭവിക്കാം. ഏതാനും നിമിഷങ്ങൾക്കകം ജിതിൻ കവർ ചെയ്യുമോ അതോ താഴെ വീഴുമോ? ഓക്കെ അല്ലേ? ആണെന്തായാലും വീഴൂല. അപ്പൊ അതൊക്കെ ഒന്നും കൂടി കേട്ടോ. ഏകദേശം ഒരു ഇതൊക്കെ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് മാത്രമേ ഉള്ളത്. ഇതും കൂടിയാണ് വിജയിച്ചു കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റ് മിലിറ്ററിക്ക് സെലക്ഷനാണ്. അപ്പോൾ ഓക്കെ റെഡി, സെലക്ഷൻ സെലക്ഷൻ. നമുക്കുള്ള ടെൻറ്റോട് അടിയാണ്. നമ്മളെ ഈ ജിസാൻ്റെ എല്ലാ സ്റ്റാഫും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഈ ടെൻ്റൊക്കെ അടിച്ച് ഇന്നത്തെ സ്റ്റേ ഇവിടെയാണ് നമ്മൾ പൊള്ളിക്കാൻ പോകുന്നത്. പൊളി എന്ന് പറഞ്ഞാൽ പൊളിയായിരിക്കും. അടിപൊളി പൂള്, അടിപൊളി എന്ന് പറഞ്ഞാൽ കിട്ടിക്കാച്ചി പൂളാട്ടോ. ഈ പൂളിൽ ഇങ്ങനെ എല്ലാം പറഞ്ഞ കൂടെ ആസ്വദിക്കാന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ജിസാൻ സത്യം പറഞ്ഞാലേ കമ്പനിക്കാരൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റുന്ന വൈബ് സ്ഥലം തന്നെയാണ് സുഹൃത്തുക്കളെ. എല്ലാരും കൂട്ടിയിട്ട് നമ്മളെ കമ്പനിക്കാര് ചങ്ക് വൈബിള് എല്ലാരും കൂട്ടിയിട്ട് അടിച്ച് പൊളിക്കാൻ സ്ഥലത്തിന്. അങ്ങനെ നല്ലൊരു ഞായറാഴ്ച നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് എണീറ്റ് ഇതാ ഈ ഒരു അവസ്ഥ ഉണ്ടോ ഇവിടെ ബാക്കിൽ നോക്കിയ കോടമഞ്ഞിനെ കൊണ്ട് 5 കളി. രാവിലെ തന്നെ ഈ കോടമഞ്ഞും ഈ ഒരു സ്വിമ്മിംഗ് പൂളും എജാതി വൈബല്ലേ. അവിടെ ടെൻഷനൊക്കെ അങ്ങോട്ട് പറന്ന് കിള്ളി പോണ പോലെ അങ്ങോട്ട് പോയിക്കോളൂ കേട്ടോ. ഈ ഒരു അവസ്ഥയിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ കിടും നൈസ്. നമ്മൾ ഇവിടെ കുറേ ആൾക്കാർ താമസിച്ചിട്ടുണ്ടായിരിക്കും, അവരൊക്കെ റൂമിൽ നല്ല ഉറക്കത്തിലാണ്. പക്ഷേ ഈ ഒരു അവസ്ഥ അങ്ങോട്ട് മുതലാക്കണമെങ്കിൽ ഒരു 5 മണി 6 മണിക്ക് അങ്ങോട്ട് എണീക്കുക. നല്ല കോടമഞ്ഞുള്ള ഈ സമയത്ത് അങ്ങോട്ടൊരു പൊളി അല്ലേ? എന്താ ഇതിന് പാട്? പൊളി എന്ന് പറഞ്ഞ പൊളി. ജിസാൻ പാർക്കിൽ നമ്മൾ ഒരുപാട് ഐറ്റംസ് കണ്ടു. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഇട്ടത് നമ്മളെ കരാട്ടെ. ഈ ജിസാൻ്റെ എല്ലാമായിട്ട് നമ്മളെ ബഷീർക്ക ഒരു അസാധ്യ കരാട്ടെ മാസ്റ്ററും കൂടെയാണ്. മാസ്റ്റർ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ. നമ്മൾ ചൈനയിലൊക്കെ കാണുന്ന പോലെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തുള്ള ഒരു കരാട്ടെ സെൻറ്റർ. എന്താ ഈ ഒരു സെൻറ്റർ ഇവിടെ തുടങ്ങാനും അതുപോലെ ഇത്രയും ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഉള്ളൊരു ഇത് എങ്ങനെയാണ്? അത് ഞാൻ ചെറുപ്പം മുതലേ മാർഷൽ ആർട്സ് ആണ്. സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ മാർഷൽ ആർട്സിനോട് കമ്പുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പഠിച്ച് ബ്ലാക്ക് ബെൽറ്റ് നേടി. ബ്ലാക്ക് ബെൽറ്റിൻ്റെ മുകളിലേക്ക് 2 ഡിഗ്രിയും കൂടെ വേറെ എടുത്തു. അപ്പോൾ ഇവിടെ ഇത്രയും പണിക്കാരും കൃഷിയും ഒക്കെ ആകുമ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഗ്രാൻഡ് മാസ്റ്ററിങ് ക്ലാസ് എടുക്കും. അതിനപ്പുറത്തേക്ക് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് നടക്കൂല.
അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് നമ്മൾ നിർത്തി വെക്കും. അത് എക്സസൈസ് ആണെങ്കിലും ഇപ്പോൾ ബോഡി ബിൽഡിംഗ് ആണെങ്കിലും കരാട്ടെ ആണെങ്കിലും. അപ്പോൾ നമ്മളെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. നമ്മളെ പ്രാക്ടീസ് നടക്കും, കുട്ടികൾക്ക് കോച്ചിങ് വരും. അത് മാത്രമല്ല ഇന്നത്തെ ഒരു കാലഘട്ടം സെൽഫ് ഡിഫെൻസിങ് ഒരു വ്യക്തിക്ക് അത്യാവശ്യ സംഭവമാണ്. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും സെൽഫ് ഡിഫെൻസോട് കൂടി നമുക്കിനി വളരാൻ പറ്റുള്ളൂ. അപ്പം ഒരുപാട് പുതിയ തലമുറയെ സെൽഫ് ഡിഫെൻസുമായിട്ട് സ്ട്രോങ് ആക്കുന്ന നമ്മുടെ മാസ്റ്റർക്ക് ഗ്രേറ്റ് താങ്ക്സ്. അങ്ങനെ ജിസാനോട് ഞങ്ങൾ അങ്ങോട്ട് വിട പറയാം കേട്ടോ. ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ട് ഉഷാറാക്കി. ഞങ്ങൾ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു. മഴ എന്ന് പറഞ്ഞാൽ അടിച്ചാൻ പൊളി മഴ. മഴയുള്ള സമയത്ത് ഇവിടെ പ്രത്യേകിച്ച് ഒരു കിട്ടു വൈബാണ്. നല്ല മഴയുള്ള സമയത്ത് ഇവിടെ വന്നാൽ എന്തായാലും നമുക്ക് മുതലാവും. മഴ ഇല്ലാത്ത സമയത്ത് ചിലപ്പോൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആവണമെന്ന് പറയാൻ പറ്റില്ല. നല്ല വെയിലും ഇത് നല്ല ടോപ്പ് സ്ഥലമാണ്. അപ്പോൾ വെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അത്രത്തോളം കിട്ടില്ല. പക്ഷെ മഴയത്തുണ്ടല്ലോ പൊളി എന്ന് പറഞ്ഞാൽ പൊളി. ആ സ്വിമ്മിംഗ് പൂളൊക്കെ മഴയത്ത് ഒരു രക്ഷയില്ലാത്ത വൈബ് തന്നെ കേട്ടോ. അപ്പം നല്ല മഴയുള്ള സമയത്ത് എനിക്ക് എന്തായാലും ഇവിടെ വരാം, നന്നായിട്ട് ആസ്വദിക്കാം. അപ്പോൾ ഒരു കോഫി കുടിച്ചിട്ട് ഇവിടുന്ന് വിട പറയാൻ പറഞ്ഞേക്കുന്നത് ആദ്യം ഒന്ന് കോഫി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുഴപ്പമില്ല, ഉഷാർ സാധനമാണ്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇന്നലെ ഉച്ചയ്ക്കെടുത്തി, ഇന്ന് ഉച്ചയായി, ഏകദേശം ഒരു 10-24 മണിക്കൂറായി. സംഭവം ഇവിടെ വന്ന് ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഇത്ര ഒരു വൈബായിട്ട് ചില്ലായിട്ടൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മളടുത്ത് ഇത്രയും ഒരു സെറ്റപ്പിൽ, കാരണം ഇപ്പോൾ അഡ്വഞ്ചറസ് ആണ് അതല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പാർക്ക് ബയോ പാർക്കാണെങ്കിൽ അത്, അങ്ങനെ എല്ലാ സെറ്റപ്പോടും കൂടി ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും വരണം, എൻജോയ് ചെയ്യണം. ഞങ്ങളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത്. കാരണം നമുക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ജോലിൻ്റെ പ്രശ്നം ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ 2 ദിവസം മാറി നിന്നിട്ട് ഇതൊക്കെ വരിക, അതൊക്കെ മറന്നിട്ട് എൻജോയ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വേറെ ലെവൽ തന്നെയാണ്. വന്നോളി, ആസ്വദിച്ചോളി, കണ്ടോളി, പൊയ്ക്കോളി. ഓക്കെ.